അബൂ ത്വൽഹയുടെയും ഉമ്മു സുലൈമിൻ്റെയും ഓമന മകനാണ് അബൂ ഉമൈർ. ഓടിച്ചാടി നടക്കുന്ന പ്രായം. അവനൊരു കിളിയുണ്ടായിരുന്നു. അവൻ അതിനെ അതിയായി സ്നേഹിച്ചു. തീറ്റ കൊടുത്തും കളിപ്പിച്ചും ലാളിച്ചും അതിനെ വളർത്തി. അതായിരുന്നു അവൻ്റെ ഇഷ്ടവിനോദം. ഉമ്മു സുലൈമിൻ്റെ വീട്ടിലെത്തുന്ന നബി തിരുമേനിയും അവൻ്റെ കളിയിൽ കൂട്ടിച്ചേരും. ചിരിച്ചുകൊണ്ട് പ്രവാചകൻ ചോദിക്കും, കിളി എന്തു ചെയ്യുന്നു? അപ്പോഴേക്കും അബൂ ഉമൈർ അതിനെ പ്രവാചകൻ്റെ അടുത്തേക്ക് കൊണ്ടുവരും. കിളിയെക്കുറിച്ച് പറയാൻ അവന് അനേകം കഥകളുണ്ടാവും. നബി തിരുമേനി എല്ലാം ക്ഷമയോടെ കേട്ടിരിക്കും. അതിനെ വേദനിപ്പിക്കരുത്, കരുണ കാണിക്കണം എന്ന് ഉപദേശിക്കുകയും ചെയ്യും. ഒരു ദിവസം നബി തിരുമേനി വന്നപ്പോൾ അബൂ ഉമൈർ ദുഃഖിച്ചിരിക്കുകയായിരുന്നു. കാരണം തിരക്കിയപ്പോൾ അന്നു രാവിലെ കിളി ചത്ത വിവരം ഉമ്മു സുലൈം അറിയിച്ചു. തിരുമേനി അവനെ അടുത്തു വിളിച്ച് തലോടി. കിളി എങ്ങനെ മരണപ്പെട്ടു എന്ന് ചോദിച്ചു. തൻ്റെ അരുമക്കിളി ചത്ത കഥ വിവരിക്കുമ്പോൾ അബൂ ഉമൈറിൻ്റെ കവിളിലൂടെ കണ്ണീർ ചാലിട്ടൊഴുകുന്നുണ്ടായിരുന്നു. നബി തിരുമേനി കണ്ണീർ തുടച്ചുകൊടുത്ത് അവനെ സമാശ്വസിപ്പിച്ചു. കുട്ടികളുടെ കൂടെയാവുമ്പോൾ നബി തിരുമേനി അവരിൽ ഒരുവനാകുമായിരുന്നു.